പ്രിയപ്പെട്ടവരെ, എന്താണ് ട്രാൻസ്ജെൻഡർ? ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ശാരീരിക അവയവങ്ങളുമായി ജനിക്കുന്ന ഒരാളല്ല ട്രാൻസ്ജെൻഡർ. മറിച്ച് 25 വയസ്സുവരെ 30 വയസ്സുവരെ മാന്യനായ ഒരാണായിട്ട് ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആണല്ല പെണ്ണാണെന്ന് തോന്നുന്ന മാനസിക രോഗത്തെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. കണ്ണൂർ ഭാഷയിൽ പച്ചപ്പിരാന്ത്, അതാണ് ട്രാൻസ്ജെൻഡറിസം. അതൊക്കെ ഒരു ആദർശവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഇപ്പോ 4 കുട്ടികളായല്ലോ, മുസ്ലിം സമുദായത്തിൽ നിന്നാണ് പോണത്. മുസ്ലിം നാമധാരികളായ 4 കുട്ടികൾ, ആദ്യം 2 കുട്ടികൾ പോയി, പിന്നെ 2 കുട്ടികൾ പോയി. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? അവർക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് തല ഉയർത്താൻ പറ്റുമോ? എത്ര മാത്രം വേദനയാണ്. ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ കൂടെ ആകട്ടെ പെൺകുട്ടിയുടെ കൂടെ ആകട്ടെ ഒളിച്ചോടി പോകുമ്പോ 2 വികാരങ്ങളാണ് അവിടെ തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നത്. ഒന്നെന്താണെന്നറിയോ? എന്റെ ഇഷ്ടം, എന്റെ ശരീരം, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ഇച്ഛ, അതെന്റെ അവകാശമാണ് എന്ന് പറയുന്ന ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും 21ാം നൂറ്റാണ്ടിലെ വികാരം. 2 ഏതാണെന്നറിയോ? 20 വയസ്സുവരെ, 21 വയസ്സുവരെ, 18 വയസ്സുവരെ പേനരിക്കുമോ ഉറുമ്പരിക്കുമോ എന്ന് പേടിച്ച് പോറ്റു വളർത്തിയ മാതാവും പിതാവും അനുഭവിക്കുന്ന മനോവേദന, ഹൃദയവേദന. ഈ 2 വികാരങ്ങളാണ് തമ്മിൽ സംഘട്ടനം നടക്കുക. ഇവിടെ നിങ്ങളൊന്ന് പറയും, ഇതിൽ ഏതിന്റെ പക്ഷത്താണ് ഈ രാജ്യത്തെ നിയമം ഇന്ന് നിൽക്കുന്നത്? ഇതിൽ ഏതിന്റെ പക്ഷത്താണ് ഈ രാജ്യത്ത് അന്തിച്ചർച്ചക്ക് മുട്ടും കുത്തി വന്നു നിൽക്കുന്ന പാനലിസ്റ്റുകൾ ഏതിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്? ഏതിന്റെ ഭാഗത്താണ് പൊതുബോധം, റീൽസുകൾ, ആൽബങ്ങൾ, സിനിമകൾ, സീരിയലുകൾ, എഴുത്തുകൾ എല്ലാം നിൽക്കുന്നത്? ഏതിന്റെ പക്ഷത്താണ് ചോദിച്ചാൽ ഒരു മടിയില്ല നമുക്ക് മറുപടി പറയാൻ പറ്റും. 21ാം നൂറ്റാണ്ടിന്റെ ധിക്കാരത്തിന്റെ, അഹങ്കാരത്തിന്റെ, ചതിയുടെ, പൈശാചികതയുടെ ഈ വൈകാരികതയിലാണ്. അതിനാണ് നിയമം അനുകൂലിക്കുന്നത്, എഴുത്തുകൾ അനുകൂലിക്കുന്നത്, പൊതുബോധങ്ങൾ അനുകൂലിക്കുന്നത്. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് എത്രമാത്രം നാശത്തിലേക്കാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉമ്മ വാപ്പമാർക്ക് നമുക്ക് സമാധാനിക്കാൻ കഴിയില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രത്യേകിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന 30 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഒരിക്കലും സമാധാനിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ മക്കൾ അനുഭവിക്കാൻ പോകുന്ന, നേരിടാൻ പോകുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഇതിന്റെ ഒക്കെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നറിയോ? ഈ പറയുന്ന ആളുകളൊക്കെ ലഹരിയാകട്ടെ, വ്യഭിചാരമാകട്ടെ, മതനിരാസമാകട്ടെ, ഇതൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ജനങ്ങളോട് പറയുന്നൊരു വർത്താനുണ്ട്: നിങ്ങളുടെ ജീവിതമാണ്, അടിച്ചു പൊളിക്ക്, പരമാവധി അനുഭവിക്ക്, ആസ്വദിക്ക്, എൻജോയ് ചെയ്. ജീവിതം ഒറ്റൊന്നേ ഉള്ളൂ. ജീവിതം ഒറ്റൊന്നല്ല. ജീവിതം ഒറ്റൊന്നല്ല. ഈ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞെന്താണ്? ഈ ദുനിയാവ് പടച്ചത് പടച്ചോനല്ലേ, അല്ലാഹു അല്ലേ? ഈ ദുനിയാവിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞെന്താണ് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. അല്ലാഹു പറയാൻ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഇബു വലഹു വലദ്ദാറുൽ ആഖിറതു ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. അറിയണം, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ലഇബും ലഹുവും മാത്രമാണ്. വലദ്ദാറുൽ ആഖിറതു ലഹിയൽ ഹയവാൻ. ആഖിറമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദിന്റെ അവസാന ഭാഗം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, അല്ലാഹു പറയാണ്, ഇഅ്ലമൂ, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. ഈ വാക്ക് വെറുതെയല്ല. നമ്മൾ ഒരാളോട് നീ മനസ്സിലാക്കണം, നീ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവൻ എന്തോ മോശമായ നിലപാടിലാണ് എന്നാണ്, എന്തോ തെറ്റായ ഒരു ധാരണ അവനുണ്ട് എന്നാണ്. അങ്ങനെയുള്ളവരോടാണ് നമ്മൾ പറയുക, നീ മനസ്സിലാക്കണം, നീ അറിയണം. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ വാക്കുകളാണ്. 5 കാര്യങ്ങളാണ് ഈ ദുനിയാവിലെ ജീവിതം. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു അർത്ഥമോ, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സാരമോ ഈ ദുനിയാവിലെ ജീവിതത്തിന് കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? ഒന്നാമത്തത് ലഇബാണ്, കളിയാണ്, വിനോദമാണ്, കളിയാണ്. ഒന്നാമതായി ദുനിയാവിനെ അല്ലാഹു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? കളിയാണ്. എന്താണ് കളി എന്ന് പറഞ്ഞാൽ? നമ്മളൊരാളെ കളിയാക്കി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരാളെ കളിയാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ നിസ്സാരമാക്കി എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ തുടങ്ങി ദുനിയാവ് നിസ്സാരമാണെന്നാണ്.
നിസ്സാരമായ കേവലം ഒരു കളി മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്ന സീരിയസ്നെസ് ഒന്നും ഈ ദുനിയാവിന്റെ ജീവിതത്തിന് ഇല്ലട്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പറയുന്നത്. ചെറിയ കുട്ടികൾ കളിക്കൂലേ കളിപ്പാട്ടം കൊണ്ട്, ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്ന കുട്ടികൾ, അവർക്ക് കളിപ്പാട്ടത്തിനാണോ വില അല്ല എങ്ങക്കാണോ വില? അങ്ങനെ കളിപ്പാട്ടം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ചോദിക്കുക, ഉമ്മനെ വേണോ കളിപ്പാട്ടം വേണോ? കുട്ടികൾ ഏതാ എടുക്കുക? ഉമ്മനൊന്നും ഇപ്പം വേണ്ട, കളിപ്പാട്ടം മതി അല്ലേ? അവരതെല്ലാം എടുക്കുക. അല്ലെങ്കിൽ അവരിങ്ങളെ ഒരു 2 ലക്ഷം റുപ്യന്റെ ചെക്കും ഒരു കളിപ്പാട്ടം വെച്ചു കൊടുക്കുക, അവരേതെടുക്കും? കളിപ്പാട്ടം എടുക്കും. കാരണം ഈ പറയുന്ന 2 ലക്ഷം റുപ്യയുടെ ചെക്കിന്റെ വില ഒന്നും അവർക്കറിയില്ല. അവർക്ക് ഈ പറയുന്ന കുറച്ചു നേരം ഇങ്ങനെ കളിക്കാനുള്ള, എന്നിട്ട് എവിടെയെങ്കിലും എറിഞ്ഞു പൊട്ടിക്കാനുള്ള ഈ കളിപ്പാട്ടത്തിന്റെ വില അവർക്ക് അറിയുള്ളൂ. ഇതാണ് നമ്മൾ ദുനിയാവ് എന്നാണ്. നമ്മളിങ്ങനെ കടയിലോ കച്ചവട സ്ഥാപനത്തിലോ ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കളിപ്പാട്ടവും 2 ലക്ഷം രൂപയുടെ ചെക്കും വെച്ചു കൊടുക്കുന്നത് പോലെ ഈ ദുനിയാവിലെ നൈമിഷികമായ കച്ചവടവും അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ മുനാജാത്ത് നടത്താനുള്ള അവസരവും മുന്നിൽ വെച്ച് തന്നാൽ, ചെറിയ കുട്ടി കളിപ്പാട്ടം സ്വീകരിക്കുന്നത് പോലെ നമ്മൾ എന്ത് സ്വീകരിക്കാണ്? ദുനിയാവിന്റെ കച്ചവടം സ്വീകരിക്കാണ്, ദുനിയാവിന്റെ ലാഭം സ്വീകരിക്കാണ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് ഒന്ന് നിസ്കരിക്കാം, അത്രേ ഉള്ളൂ. ലഹീബാണെന്നാണ് അള്ളാഹ് പറഞ്ഞത്, ലഹുവാണെന്നാണ്, വിനോദമാണ്. കുറച്ചും കൂടി കുട്ടികൾ അങ്ങോട്ട് വളർന്ന ഒരു കൗമാര പ്രായത്തിലേക്ക് എത്തിയാൽ അവരിങ്ങനെ ഗെയിം കളിക്കും. പല ഗെയിമുകളിലും പബ്ജിയും മറ്റേതൊക്കെ ആയിട്ട് ഇങ്ങനെ ഗെയിം കളിക്കും. എത്ര മണിക്കൂർ ഇങ്ങനെ അവരോട് പറയാണ്, എടാ ഒരു ഉപകാരം ഇല്ലാത്ത ഈ സാധനത്തിന് നീ ഇത്ര സമയം കാണുന്നത് എന്തിനാ? അവർക്ക് മനസ്സിലാവോ? ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടോ ശരിയാണല്ലോ ഒരു ഉപകാരം ഇല്ലല്ലോ ഇനി ഞാനിത് കളിക്കില്ല? നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. കാരണം അവർക്ക് ആ ആസ്വാദനമാണ് വലുത്. മൂന്നാമത് സീനത്താണ്, സൗന്ദര്യമാണ്. നാലാമത് തഫാഖുറാണ്, ഫഖ്റാണ്, ദുരഭിമാനമാണ്. അഞ്ചാമത്തത് തകാസുറാണ്, കസ്ർ നടിക്കലാണ്. ഏതിൽ? ഫിൽ അംവാലി വൽ ഔലാദ്, നേടിയെടുത്ത സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും പേരിലുള്ള പെരുമ നടിക്കലാണ്. പിന്നീട് മധ്യവയസ്സ് വരെ, അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒന്നും ഉണ്ടാവില്ല. മധ്യവയസ്സും കൂടി കഴിഞ്ഞാൽ പിന്നെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുക. പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ വരാന്തയിൽ ഇരിക്കുക, സ്ത്രീകളാണെങ്കിൽ മോന്റെ മക്കളെ നോക്കുക, അവർക്ക് പിന്നെ മോള് പ്രസവിക്കുമ്പോൾ കൂടെ ഇങ്ങനെ അവരെ പരിചരിക്കാൻ നിന്ന് കൊടുക്കുക. ലൈഫ് കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ല. പിന്നെ ഫഖ്റും ഇല്ല, കസ്റും ഇല്ല, സീനത്തും ഇല്ല, ലൈബും ഇല്ല, ലഹുവും ഇല്ല, ഒന്നുമില്ല. ലൈഫ് അങ്ങോട്ട് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് പോകും, അർദലിൽ ഉമറിലേക്ക് പോകും. ഏതവസ്ഥയിലേക്ക് എന്നറിയോ? ലോകത്തിന്റെ ഭൂപടമത്തെ എടുത്ത് കാണിച്ചു കൊടുത്താൽ അതിലെവിടെയാണ് തന്റെ വീട് എന്ന് പോയിന്റ് ചെയ്ത് കാണിക്കാൻ കഴിയും മാത്രം ജോഗ്രഫി അറിയുന്ന, ലോകത്തെ കുറിച്ച് അറിയുന്ന, പല ഭാഷകളും സംസാരിച്ച മനുഷ്യൻ, ലോകത്തിന്റെ പല ദിക്കുകളിലേക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത, പല ആളുകളുമായി പരിചയമുള്ള, ബന്ധമുള്ള മനുഷ്യൻ സ്വന്തം മഹല്ലിലെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വഴിമാറിപ്പോയി. എന്നിട്ട് പരിചയക്കാരോ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്, അർദലിൽ ഉമറിലേക്ക് എത്തും. അതാണ് ഈ ദുനിയാവിലെ ആകെ തുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് ആ ആയത്തിന്റെ ബാക്കി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവർ? അള്ളാഹു പറയാൻ, കമസലി ഗൈസിൻ അജബൽ കുഫാർ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان. വയനാട്ടിലെ ചില വ്യൂ പോയിന്റുകളിൽ പോയി കഴിഞ്ഞാൽ ചില പർവ്വതങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ അവ ഇങ്ങനെ മൊട്ടക്കുന്നുകളായി നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, 2-3 മഴയങ്ങോട്ട് പെയ്താൽ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ആ പർവ്വതം തന്നെയാണോ നമ്മൾ മുമ്പ് കണ്ടത് എന്ന് അതിശയിച്ചു പോകുമാറ് പച്ചപ്പ് വിരിച്ചുകൊണ്ട്, പച്ച നിറത്തിലായിക്കൊണ്ട് നയനാനന്ദകരമായ കാഴ്ചയായി ആ പർവ്വതം നിൽക്കുന്നത് കാണാം. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ആ കാണുന്ന പച്ചപ്പുണ്ടല്ലോ, അതെന്നും നിലനിൽക്കുന്നതല്ല. ആഴ്ചകൾ മഴയില്ലാതെ പിന്നിട്ട് കഴിഞ്ഞാൽ, മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ ആ പച്ച നിറം എല്ലാം മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണ്. എന്നിട്ട് വീണ്ടും ആഴ്ചകൾ കടന്നുപോയാൽ ആ മഞ്ഞ നിറത്തിലുള്ള പുൽമേടുകൾ പോലും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ശൂന്യമായ കത്തിക്കുരിഞ്ഞൊരവസ്ഥയിലേക്ക് അതങ്ങോട്ട് മാറ്റപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വാക്കുകൾ. പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? കുമാരനാശാന്റെ കവിത വീണപൂവ് ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂവിലസ്ഥിരമസംശയം ആഭൂതിയങ്ങു പുനരങ്ങു നിന്റെ ഈ കിടപ്പിതോർത്താൽ എന്ന് പറഞ്ഞ കവിത ഫുള്ള് ശരിയാണോന്ന് അറിയില്ലട്ടോ, ചെറുപ്പത്തിൽ പഠിച്ച കവിതയാണ്.
പാടിയതാ. എന്താ അർത്ഥം? എന്താണ് അതിന്റെ? ഹാ പുഷ്പമേ. ഹാ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടല്ല, നെടുവീർപ്പിടാണ്. എന്തോ ഒരു കാഴ്ച കണ്ടിട്ട് കവി ഇങ്ങനെ നെടുവീർപ്പിടാണ്. എന്താണ് ആ കാഴ്ച എന്നറിയോ? ഒരു പൂവിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്, അതിന്റെ ഇതളുകളിലൊക്കെ മണ്ണിങ്ങനെ കയറിയിട്ടുണ്ട്, അതിന്റെ ചുറ്റിലും ഒരു കരിവണ്ട് ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. അതിങ്ങനെ മണ്ണിനോട് ചേരാൻ പോവാൻ അതിന്റെ സൗന്ദര്യവും സൗരഭ്യവും സുഗന്ധവും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിനെ നോക്കിയിട്ടാണ് കവി പറയുന്നത്, അധിക തുംഗപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നത് ഒരു രാജ്ഞി കണക്കയെ നീ ഉയരങ്ങളിൽ, ചെടിയുടെ മുകളിൽ ഉയരങ്ങളിൽ ആളുകളുടെ കണ്ണുകളെ ആകർഷിച്ചുകൊണ്ട് എത്ര സുന്ദരമായിട്ടാണ് നീ ഉണ്ടായിരുന്നത്. ശ്രീഭൂവിൽ അസ്ഥിരമസംശയം ആ ഭൂതിയങ്ങു പുനരെങ്ങു നിന്റെ ഈ കിടപ്പ് തോർത്താൽ, നിന്റെ ഈ കിടപ്പ് കണ്ടാൽ അറിയാം ഈ ഭൂമിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും നൈമിഷികമാണ്. എല്ലാ ഐശ്വര്യങ്ങളും. ആ പൂവ് മാത്രമല്ല. യുവാക്കളെ, ഇപ്പങ്ങളുടെ കൈയൊന്ന് നോക്കോ, ഇപ്പങ്ങളുടെ കാലൊന്ന് നോക്കോ, ഇപ്പോൾ നിങ്ങളുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത്, നിങ്ങളുടെ ഓർമ്മ എല്ലാം ടെസ്റ്റ് ചെയ്ത്, കുറച്ച് കഴിഞ്ഞാൽ ഈ പൂവ് മണ്ണിനോട് ചേരുന്നത് പോലെ ചുക്കിച്ചുളിഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ട് പിച്ചും പേയും പറയുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ മാറും നമ്മളെല്ലാവരും. ആ പൂവിന്റെ അവസ്ഥ തന്നെയാണ്. എന്നിട്ട് കവി അവസാനം പറയുന്നുണ്ട്, കണ്ണേ മടങ്ങുക എന്ന് പറഞ്ഞു. എന്താ അതിനോട് പറയുന്നറിയോ? അന്ന് നീ സുന്ദരിയായി സുഗന്ധമുള്ളൊരു പൂവായി നീ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമോ, നിന്റെ അടുത്ത് കുറെ ചിത്രശലഭങ്ങൾ വന്നിരുന്നു. ആ ചിത്രശലഭങ്ങളൊക്കെ നീ കൈനീട്ടി സ്വീകരിച്ചിരുന്നു. അന്ന് നീ ശ്രദ്ധിക്കാതെ പോയ ഒരാളുണ്ട്. അതാരെന്നറിയോ? ഇന്ന് നിന്റെ ചുറ്റിലും ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കരിവണ്ടിനെ അന്ന് തിരിഞ്ഞു നോക്കാൻ നിനക്ക് സമയം ഉണ്ടായിരുന്നില്ല. ആ കരിവണ്ടിനെ നീ മൈൻഡ് ചെയ്തില്ല. അത് എത്രയോ ദുഃഖത്തോടെ നിന്നിൽ നിന്ന് ആവർത്തിച്ച് പിരിഞ്ഞുപോയി. പക്ഷേ ഇന്ന് നീ വീണ് മണ്ണിനോട് ചേർന്ന് കിടക്കുമ്പോ നിന്നെ സമീപിച്ചിരുന്ന ചിത്രശലഭങ്ങൾക്കൊന്നും നിന്നെ വേണ്ടാണ്ടായി. അവയൊക്കെ നിന്നെ ഉപേക്ഷിച്ചു പോയി. ഇന്ന് നിന്റെ അടുത്തുള്ളത് ഈ കരിവണ്ട് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാം ഉള്ള ഒരു സമയത്ത്, ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത്, നമ്മുടെ വാക്കുകൾക്ക് തീപ്പൊരിയുടെ ശക്തിയുള്ള സമയത്ത്, യൗവനത്തിന്റെ രക്തം സിരകളിൽ തിളച്ചു കയറുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ പ്രയോറിറ്റീസ് ഉണ്ട്. ആ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്? എന്റെ കച്ചവടം, എന്റെ ബിസിനസ്, എന്റെ ജോലി, എന്റെ ദുനിയാവ്, എന്റെ മക്കൾ, എന്റെ ഭാര്യ, അതെല്ലാം നമ്മുടെ പ്രയോറിറ്റീസ് ആയിരുന്നു. അവിടെ നമ്മൾ ഇടക്കിടക്കെ വിസിറ്റ് ചെയ്തിരുന്ന പ്രബോധകന്മാർ, ദായിമാർ, പരലോകത്തേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരുന്ന സംസാരങ്ങൾ, എഴുത്തുകൾ, ഖുതുബകൾ, ബാങ്കുകൾ, ഇഖാമത്തുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ രണ്ടാം കിടയായിരുന്നു. ചലനമറ്റ് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ മിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ, ശരീരം തണുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന കച്ചവടങ്ങളാകട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, ജോലിയാകട്ടെ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, അവയെല്ലാം വേറെ വഴിയിൽ പോകും. പിന്നീട് ഈ കരിവണ്ട് വന്നതുപോലെ അല്പമാണെങ്കിലും നമ്മുടെ ഖബറിലേക്ക് വരാനുള്ളത് ഈ പറയുന്ന അമലുകൾ മാത്രമാണ്. നമ്മൾ തീരെ പ്രയോറിറ്റി കൊടുക്കാതിരുന്ന, മുൻഗണന കൊടുക്കാതിരുന്ന ഈ അമലുകൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മുടെ ഖബറിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയോറിറ്റി, നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന ആ അമലുകൾക്ക് കൊടുക്കുന്ന, നമ്മുടെ ഖബറിലേക്ക് നമ്മെ തേടി വരുന്ന നമ്മുടെ കൂട്ടുകാരന് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെയും നിങ്ങളെയും മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദുനിയാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 3 വിഷയങ്ങളുണ്ട്. 3 വിഷയങ്ങൾ. അതിൽ ഒന്നാമത്തെ എന്താ അറിയോ? ഈ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ പടച്ചോൻ തന്നിട്ടുണ്ടോ അതിനൊന്നും ഗ്യാരണ്ടിയില്ല. അതിനൊന്നും ഗ്യാരണ്ടിയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണ വീട്ടിന്റെ പുറത്ത് നിന്നിട്ട് ആ കല്യാണ വീട്ടിലെ ഗൃഹനാഥൻ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം പറയാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, കുടുംബത്തിൽ എന്ത് കല്യാണം വരുമ്പോഴും സജീവമായി അതിൽ ഇടപെടുന്ന ആൾ എൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ഒരു യാത്ര കഴിഞ്ഞ് അവരിങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. വരുന്ന സമയത്ത് കാറിന്റെ ഉള്ളിൽ മുൻസീറ്റിലിരിക്കുകയായിരുന്ന ഇദ്ദേഹം ചുമക്കാൻ തുടങ്ങി. വല്ലാത്ത ചുമ. അങ്ങനെ ചുമ മാറണില്ല. ഡോക്ടറെ അടുത്ത് പോയി, പരിചയക്കാരനായ ഡോക്ടറെ അടുത്ത് പോയി. എന്നിട്ടും ചുമ മാറണില്ല, മരുന്ന് കുടിച്ചിട്ടൊന്നും. അവസാനം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബയോപ്സി ചെയ്തു. ലങ്സിന് ക്യാൻസറാണ്, 4th സ്റ്റേജാണ്. വളരെ ചുരുക്കം ദിവസം മാത്രമേ അദ്ദേഹം പിന്നീട് ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ റമദാനിന് മുന്നൊക്കെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന, ഒരു കുഴപ്പമില്ലാതിരുന്നൊരു മനുഷ്യൻ, പെരുന്നാളിന് ബിരിയാണി കഴിച്ചതാണ്. എന്തോ ഒരു ദഹനക്കേട്, ഛർദി വന്നു, ആകെ അസ്വസ്ഥതയായി. ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് നോക്കി, ലിവർ ക്യാൻസറാണ്, അതും അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്, 4th സ്റ്റേജിലാണ്. ഇനി റിക്കവറി ഉണ്ടാവും എന്നറിയില്ല. ഇതാണ് അവസ്ഥ.
നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു അധ്യാപകൻ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ, പാട്ടുപാടി കൊടുത്തുകൊണ്ടിരിക്കാൻ, ഇതിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ആ പറയുന്ന അതേ അവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ കുഴഞ്ഞു വീഴാണ്. എത്ര മരണങ്ങൾ പ്രിയപ്പെട്ടവരെ! നമ്മുടെ മിടിക്കുന്ന ഈ ഹൃദയത്തിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നമ്മുടെ ഈ പ്രവർത്തിക്കുന്ന തലച്ചോറിന് എന്തെങ്കിലും ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഒരു ഹറമിൽ ഇത്തിക്കാഫിരുന്ന സമയത്ത് ഒരാൾ തൻ്റെ അനുഭവം പറഞ്ഞതാണ്. എന്താണെന്നറിയോ? ഒരു ഉപ്പ മകളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മകളോട് മാറ്റി റെഡിയായി യൂണിഫോം ഇട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി നിന്നു. ഉപ്പ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബാത്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞതാണ്. സമയം കഴിഞ്ഞു, 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു. ഉപ്പ വാതിൽ തുറക്കുന്നത് കാണുന്നില്ല. മകൾക്ക് ബേജാറായി. അയൽപക്കക്കാരെ വിളിച്ച് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ബാത്റൂമിലേക്ക് കയറുന്ന റൂമിന്റെ പാസേജിൽ ആ മനുഷ്യൻ അവിടെ വീണ് കിടക്കുന്നു, മരണപ്പെട്ടു. ഇതാണ് ഈ മരിക്കണതൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളെപ്പോലെ ശ്വസിച്ച, നമ്മെപ്പോലെ സ്വപ്നം കണ്ട, നമ്മെപ്പോലെ പ്ലാനുകളും പദ്ധതികളും ഉണ്ടായിരുന്ന മനുഷ്യരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മരിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അത്രയേ ഉള്ളൂ നമുക്ക് ഗ്യാരണ്ടി. നമ്മുടെ ശരീരത്തിന് അത്രയേ ഉള്ളൂ ഗ്യാരണ്ടി. ആർക്കും അവർ പറയാൻ പറ്റുക ഈ ഹാളിന്റെ പുറത്ത് ഞാൻ എന്തായാലും ഈ ഹാളിന്റെ പുറത്തേക്ക് പോവും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ഞാൻ പറഞ്ഞത്, ഈ ദുനിയാവിൽ എന്തൊക്കെ നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് നമുക്ക് സ്ഥിരമായിട്ടുണ്ടാവുന്ന ആർക്കും ഉറപ്പ് പറയാൻ പറ്റുക? പ്രത്യേകിച്ച് ഇന്നിന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ ഒളിച്ചോടിപ്പോയ സ്ത്രീകളുടെ വാർത്തകളിൽ ഇത് ദിനേന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താക്കന്മാരും മോശക്കാരല്ല. എൻ്റെ മക്കൾ, ഞാൻ ഒരുപാട് പ്രതീക്ഷയും പ്രത്യാശയും നനച്ച് വളർത്തിയ എൻ്റെ മക്കൾ എൻ്റെ പ്രതീക്ഷക്കൊത്ത് വളരുമോ? ഇല്ല. ഈ ദുനിയാവിൽ എന്തൊക്കെ അല്ല തന്നിട്ടുണ്ടോ അതൊന്നും ഗ്യാരണ്ടി ഇല്ലാത്തതാണ്, അതൊന്നും വാറണ്ടിയും ഇല്ലാത്തതാണ്. അതാണ് ദുനിയാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ ദുനിയാവിൽ ഇനി അല്ല ഗ്യാരണ്ടി തന്നു വിചാരിക്കുക. ഒരാൾക്ക് പടച്ചോന് നിന്റെ ഭാര്യ ജീവിതകാലം മൊത്തം നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ ആരോഗ്യം ജീവിതകാലം മൊത്തം ഒരുപാട് കാലം നിനക്ക് ആരോഗ്യം ഉണ്ടാവും, നിന്റെ ഹൃദയം മുടിപ്പ് നിൽക്കൂല, അറ്റാക്ക് വരൂല, നീ കുഴഞ്ഞു പോകൂല, വേറെ കോലത്തിലുള്ള രോഗങ്ങൾ, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും നിനക്ക് വരൂല. ഇതൊക്കെ നിനക്ക് ഞാൻ ഗ്രാൻഡഡ് ആക്കി തന്നിട്ടുണ്ട്, ഒക്കെ നിനക്ക് ഞാൻ ഉറപ്പിച്ചു തന്നിട്ടുണ്ട് എന്നൊരാൾക്ക് ഒരു വരം പടച്ചോനോട് കൊടുത്തു എന്ന് വിചാരിക്കുക. 300 കൊല്ലം അയാൾ ജീവിച്ചാല് അയാൾ പടച്ചോനോട് എന്താ ആർക്കറിയോ? പടച്ചോനെ ഇനിയാണ് തിരിച്ചു വിളിച്ചേക്ക്, മടുത്തു എന്ന് പറയും. 300 കൊല്ലം ജീവിച്ചാൽ ഇനി അങ്ങോട്ട് തിരിച്ചു വിളിച്ചേക്ക്, മടുത്തു എന്ന് പറയും. അത് ഈ ജീവിതത്തിന്റെ ഒരു സ്വഭാവമാണ്. മടുക്കും, എല്ലാം മടുക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, എത്രയോ ആശിച്ചാഗ്രഹിച്ച് കുടുംബക്കാരോടൊക്കെ പടവെട്ടിയിട്ട് ചില കാമുകികാവുകന്മാരോ ഒന്നിക്കണത്. എന്നിട്ട് എന്താ സംഭവിക്കുക? 3 കൊല്ലം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൗലവിന്റെ മുന്നിൽ പോയി ഇരുന്നിട്ട് പറയും, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ആളല്ല കല്യാണം കഴിച്ചതിന് ശേഷം. എന്ത് വൃത്തികെട്ടോനാ! ഈ വൃത്തികെട്ടന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തല്ല് മുഴുവൻ കൂടിയത്. ഈ വൃത്തികെട്ടോൾക്ക് വേണ്ടിയിട്ടാണ്. ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിൽ എല്ലാം മടുക്കും, എല്ലാം മടുക്കും. അത് ദാമ്പത്യമാകട്ടെ, ലൈംഗികതയാകട്ടെ, ഭക്ഷണമാകട്ടെ, ഏത് ആസ്വാദനങ്ങളാകട്ടെ, എല്ലാം മടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഈ ദുനിയാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര തന്നെ അള്ളാഹു നമുക്ക് വാരിക്കോരി തന്നാലും അനുഭവിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. നിങ്ങൾ കണ്ടില്ലേ, ടൈറ്റൻ കടലിന്റെ അടിയിൽ കിടന്ന് ഇൻഫ്യൂഷനിൽ മരണപ്പെട്ടു 5 മനുഷ്യന്മാർ. അവരെങ്ങാനും പുറത്തേക്ക്, ഈ കടലിന്റെ പുറത്തേക്ക് അവർക്ക് വരാൻ സാധിച്ചിരുന്നെങ്കിൽ സാധ്യമായ സകല ചികിത്സകളും അവർക്ക് നേടാൻ കഴിയുമായിരുന്നു. കാരണം അവർ ആ യാത്ര പോയത് തന്നെ 2 കോടി ഉറുപ്പിക കൊടുത്തിട്ടാണ്, 2 കോടിയിലധികം കൊടുത്തിട്ടാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലുള്ള ചികിത്സകൾ മുഴുവൻ നേടിയെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ട്. അത് ഉപകാരപ്പെട്ടു അവർക്ക് പ്രിയപ്പെട്ടവരെ. ആ കടലിന്റെ അടിയിൽ ഇനി ഞാൻ ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ഞാൻ ഇത്ര കമ്പനിന്റെ CEO ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ പോയാൽ അയാൾ ശ്വാസം മുട്ടി മരിക്കുന്നല്ലാതെ അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? ഈ ദുനിയാവിൽ അള്ളാഹു എത്രയൊക്കെ തന്നാലും അനുഭവിക്കുന്നതിന് കൃത്യമായ പരിധിയും പരിമിതിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കാണുന്നതിന് പടച്ചോൻ പരിധി നിശ്ചയിച്ചിട്ടില്ല. നമ്മളിങ്ങനെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ കടന്നാൽ, എന്നിട്ട് നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കിയാൽ ആകാശത്ത് ഇങ്ങനെ വാരി വിതറപ്പെട്ട നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കോടാനുകോടി നക്ഷത്രങ്ങൾ, ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വലുപ്പമുള്ള നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾ മുഴുവൻ നമുക്ക് കാണിച്ചു തന്നിട്ട് പടച്ചോൻ നമ്മളോട് പറയുന്നൊരു വർത്താനുണ്ട്. എന്താണെന്നറിയോ? നിന്റെ വീട് കണ്ടോ? നീ
നിന്റെ അള്ളാഹു നമ്മളോട് പറയാൻ, നിന്റെ വീട് കണ്ടോ നീ, അത് നിന്റെ പരിധിയും പരിമിതിയുമാണ്. ഒരു വീട്, ഒരു 13 സെന്റ് സ്ഥലം, അല്ലെങ്കിൽ പോട്ടെ ഒരു 25 ഏക്കർ സ്ഥലം, നമ്മൾ മനസ്സിലാക്കുക, പരിധിയും പരിമിതിയും ഉണ്ട്. ഒരു സുന്ദരനായ ഒരു യുവാവ് ഒരാഴ്ച കുളിച്ചിട്ടില്ലെങ്കിൽ എന്താ സ്ഥിതി? ഒരാഴ്ച അയാൾ കുളിച്ചിട്ടില്ല, അതിസുന്ദരനാണ്, ഹാൻസമാണ്, സുന്ദരിയായ ഒരു യുവതി ഒരാഴ്ച കുളിച്ചിട്ടില്ല, എന്താ സ്ഥിതി? പല്ല് കഴിച്ചിട്ടില്ലെങ്കിലോ? അടുത്തേക്ക് പോകാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? ഇതാണ് സ്ഥിതി. ഇതാണ് ദുനിയാവിലെ പരിമിതി. ഈ പരിമിതികൾക്കെല്ലാം അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലോകം നമുക്ക് വേണ്ടി പടച്ചു വച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. മരണമെന്ന് പറയുന്നത് ആ ലോകത്തേക്കുള്ള വാതായനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ